റോസിയുടെ അമ്മച്ചി. നനഞ്ഞ തലമുടി, ഒരു കുത്തോളം മാത്രം വലിപ്പമുള്ള പൊട്ട്, ഒരു കൊന്തമാല, നീല മുത്തുകളുള്ളത്. സാരി ഉടുത്തിറങ്ങിയപ്പോൾ റോസിയുടെ അമ്മച്ചി വിളിച്ചു, എടിയേ, വരുമ്പോൾ 1 കിലോ പോത്ത് മേടിച്ചോ, പൈസ പിന്നെ കൊടുക്കാമെന്ന് പറ. എന്നൊക്കെ ഞായറാഴ്ച പള്ളിയിൽ പോകണോ? അന്നൊക്കെ ഈ അമ്മച്ചിക്ക് പോത്ത് വേണം, പറ്റും കൂട്ടണം. എൻ്റെ പൊന്നമ്മച്ചി, വയറ് വിശന്നാ പോണത്, കട്ടൻ പോലും കുടിക്കാതെയാണ് ഇറങ്ങണത്. അതെന്നതാ കൊച്ചേ, നിൻ്റെ ചായ കോപ്പയിലൊഴിച്ച് നിൻ്റെ മുറി വച്ചായിരുന്നല്ലോ, അതിലൊരു ഈച്ച വീണായിരുന്നു എൻ്റെ അമ്മച്ചി. റോസി സങ്കടപ്പെട്ടു. റോസിയുടെ അമ്മച്ചി അലറി, അവിടെ നില്ലടി പോത്തെ, ഇവിടെ വിശന്നാരും പള്ളി പോണ്ട. കൈയോടെ പിടിച്ച് മുറ്റത്ത് നിന്ന പെൺകൊച്ചിനെ അമ്മച്ചി കൂട്ടിക്കൊണ്ടുവന്നു. ഉമ്മറത്ത് തടിമേശയിൽ ഈച്ച വീഴാത്ത ഒരു കോപ്പ് പാലിട്ട ചായ. ഇത് കുടി, ഞാൻ വേറെ ഇട്ടോളാം. അമ്മച്ചി എന്നാ പള്ളിയിൽ പോകാത്ത? റോസി ഒരു കവൾ ചായ മോന്തി ചോദിച്ചു. പൂമുഖത്തെ ചുവരിലെ കർത്താവിൻ്റെ തിരുഹൃദയ ഫോട്ടോയിൽ നോക്കി റോസിയുടെ അമ്മച്ചി പുലമ്പി. അവിടെ നിന്നും കർത്താവില്ലെന്നേ. പിന്നെ എവിടെ വന്നേ? റോസി ചിരിച്ചു. വായ വക്രിച്ച് പുരികമുയർത്തി നെടുവീർപ്പിട്ട് അവർ പറഞ്ഞു, കർത്താവ് വീടയിൽ കിടന്ന് ഉറക്കമായിരിക്കും. ഞായറാഴ്ചയല്ലേ, ആകെ കിട്ടണ ദിവസമാണ്. വല്ല കപ്പയും പുഴുക്കി എന്നെ പോലെ. എന്നതാ ഡേ കിടക്കണ്. റോസിയുടെ മുഖം ചുളിഞ്ഞു. കോപിച്ചു. കോപ്പ പടിയിൽ പെടോന്ന് വെച്ചു. ഈ അമ്മച്ചി സഭയ്ക്ക് ചേരൂല. വേണമെങ്കിൽ നമ്മുടെ കർത്താവിനെയും വിളിക്കും, കാളയും പന്നീനെയും മേടിക്കാൻ. എൻ്റെ പഞ്ചാര അമ്മച്ചി, ഒന്ന് പള്ളിയിൽ വന്ന് മുട്ടുമേലൊന്നിരുന്ന് കർത്താവിനെ വിളി. കാശെങ്കിലും തന്നു പോറ്റെ. മുറ്റത്ത് തെങ്ങിയിൽ നിന്ന് പൊടിത്തേങ്ങ വീണു. നീ പള്ളിയിൽ പൂടി പോത്തേനെ മേടിച്ചോണം വരുമ്പം, കേട്ടോടി പോത്തെ. റോസിയുടെ അമ്മച്ചി അലറി.